നമസ്കാരം. സ്ഥാനാർത്ഥി പട്ടിക, അതായത് എൻ ഡി എയുടെ മൂന്നാം സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ശ്രദ്ധേയമായ അരുവിക്കര മണ്ഡലം എത്തിച്ചേർന്നിരിക്കുന്നത് യുവാക്കളുടെ പ്രതിനിധിയായിട്ടുള്ള ചലച്ചിത്ര നടൻ, സീരിയൽ നടൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള ശ്രീ വിവേക് ഗോപൻ്റെ കൈകളിലേക്കാണ്. വളരെ നിലച്ചിരിക്കാത്തൊരു നിയോഗം എന്ന് പറയാം അല്ലേ? കാര്യം 2 ദിവസം മുമ്പാണ് താങ്കളൊരു പോസ്റ്റ് ഇട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ചവറയിൽ മത്സരിച്ചിരുന്നു, എന്നാൽ ഇപ്രാവശ്യം പ്രവർത്തിക്കാനാണ് തീരുമാനം എന്നുള്ള രീതിയിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു നിയോഗം ലഭിക്കുന്നത്. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻവോൾവായിട്ട് നിൽക്കേണ്ട ഒരു ഇതാണ് കാൻഡിഡേഷൻ എന്നുള്ള ഫീലിലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചവറയിൽ മത്സരിച്ച സമയത്ത് ഏകദേശം 4000 വോട്ട് വർദ്ധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തവണ ഈ പറഞ്ഞ പോലെ പല മേഖലകളിലും മണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് എൻ്റെ പേരില്ലായിരുന്നു. പക്ഷേ ഞാൻ പാർട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. കാരണം പാർട്ടിയുടെ ചുമതലയിലുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും പ്രവർത്തിക്കാനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എറണാകുളവും പാലക്കാടും ഒക്കെ ചെല്ലാമെന്നുള്ളൊരു പ്ലാനിലിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഈ പറഞ്ഞ പോലെ നിയോഗം എന്ന ശരിക്കും അനുഗ്രഹം എന്നൊക്കെ തന്നെ പറയാം. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം ദിവസവും വാർത്തകളിൽ കാണുന്നു മറ്റു പാർട്ടികളിലുള്ള ചില അംഗം വെട്ടലുകൾ. തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ അധികാരം എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന് വരുത്തിക്കൊണ്ട് ഇനിയും ആ കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂട്ടുകയാണ്. അപ്പോഴാണ് എൻ ഡി എ ഒരു മാതൃക കാണിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് യുവാക്കൾക്ക് ഒരുപാട് അവസരം നൽകിയിട്ടുണ്ട്. അതിപ്പോൾ തെക്ക് മുതൽ വടക്ക് വരെ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ചും തെക്കുള്ള 3 പ്രദേശങ്ങൾ, അടുത്തടുത്തുള്ള അരുവിക്കര, നെടുമങ്ങാട്, പാറശാല, 3ഇടത്തും യുവാക്കളുടെ പ്രാതിനിധ്യമാണ് തെളിഞ്ഞു കാണുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു സമീപനത്തെ? തീർച്ചയായിട്ടും യുവാക്കളിലൂടെയാണ് നമ്മുടെ നാട് ഇനി വളരേണ്ടത് എന്നുള്ളതിനുള്ളൊരു എക്സാമ്പിൾ കൂടിയാവും ഈ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാഴ്ചപ്പാട് യുവാക്കളിലാണുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തലമുതിർന്ന നേതാക്കളുടെ ഒരു അനുഗ്രഹത്തോടു കൂടി നമ്മളവിടെ കാൽച്ചുവടെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ സ്വർഗ്ഗതുല്യമാവും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം യുവാക്കളുടെ ഐഡിയയും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ മുതിർന്നവരുടെ ഒരു അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വർഗ്ഗതുല്യമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നത്. വളരെ ഷോർട്ട് ഷെഡ്യൂളിലാണ് ഈ ഒരു നിയോഗം വന്നു ചേരുന്നത്. അപ്പോൾ താങ്കളുടെ പ്രവർത്തന മേഖല അങ്ങനത്തെ ഒരു കാര്യം കൂടെയാണ് ഈ അഭിനയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി അത് മാറ്റി വെച്ചുകൊണ്ട് പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. ഞാനൊരു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ നിന്ന സമയത്ത് വാർത്തയിലാണ് ഞാനിത് ആദ്യം അറിയുന്നത്. അപ്പോൾ തൃപ്രയറായിരുന്നു ഞാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. വാർത്തയിലാണ് ഞാൻ ആദ്യം അറിയുന്നത് ചവറ എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവരപ്പോൾ തന്നെ ആ ഷെഡ്യൂൾ കുറച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ചവറയിൽ ജോയിൻ ചെയ്തു. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് പ്രചരണത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണയും ഈ പറഞ്ഞ പോലെ വളരെ ഷോർട്ട് ഷെഡ്യൂളാണ്. നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ പ്രചരണത്തിന് ഉണ്ടാവുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ ചെന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ നമ്മുടെ ജനങ്ങൾക്കും പ്രവർത്തകർക്കും ഒക്കെ കൊടുത്തൊരു വാക്കുണ്ടായി. കാരണം വളരെ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ എന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതേ മന്ത്രം തന്നെയായിരിക്കും ഞാൻ ഇവിടെയും പ്രവർത്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ കുറഞ്ഞ ദിവസം കൊണ്ട് മാക്സിമം ഏരിയകളിൽ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതും മാക്സിമം നമ്മുടെ ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പരിഹരിക്കാനായിട്ടുള്ള ശ്രമത്തിലേക്ക് എത്തുക എന്നുള്ളതും തന്നെയായിരിക്കും ഈ അരുവിക്കര മണ്ഡലത്തിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ദിവസങ്ങൾ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. ഈ പഴയതുപോലെ അല്ല എൻ ഡി എ ഇപ്പോൾ. കാര്യം പണ്ടൊക്കെ യു ഡി എഫിനൊപ്പം എൽ ഡി എഫിനൊപ്പം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക മാത്രമായിരുന്നെങ്കിൽ ഇന്ന് വിജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷ എൻ ഡി എ വച്ചു പുലർത്തുന്നില്ല ജനങ്ങളും. അപ്പോൾ ഈ അരുവിക്കരയോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിലില്ലെങ്കിലും അപ്രത്യക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. കാരണം മറ്റ് 2 പാർട്ടികളും ഒന്നിച്ചു നിന്ന് വിജയിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ അവസാന ഘട്ടത്തിലേക്ക് ആ 2 പാർട്ടികളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പ്രതിപക്ഷം എന്ന് പറയുന്നത് അപ്രത്യക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. അത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ള പാർട്ടിക്കാരുടെ സഹായത്തോടു കൂടി നമ്മൾ പ്രതിപക്ഷം തന്നെയാണെന്ന് അവരെ തന്നെ മുദ്രകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം മത്സരം നടക്കുന്നത് ഈ പറഞ്ഞ പോലെ മറ്റ് 2 പാർട്ടിക്കാർ ഒന്നിച്ചും ഭാരതീയ ജനതാ പാർട്ടി സെപ്പറേറ്റ് ആയിട്ടുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതും കണ്ടതുമാണ്. നമ്മുടെ വിജയം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വിജയം മേൽക്കൊയ്യായി ചെയ്തതു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രഭാവം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പല മണ്ഡലങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് നിസ്സംശയം പറയാം.
എന്തായാലും വിജയാശംസകൾ ഈ ഒരു സമയത്ത്. താങ്ക് യു. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.